ജനാധിപത്യത്തെക്കുറിച്ചും പൗരബോധത്തെക്കുറിച്ചുമൊക്കെ ക്ലാസ് എടുക്കേണ്ടത് ഇക്കാലത്ത് അത്യാവശ്യമാണ്. വിശേഷിച്ച് ഈ സമരങ്ങളൊക്കെ നടക്കുന്ന ഈ കാലത്ത് SFI അതുപോലെ ഗവർണർ യുദ്ധം നടത്തുന്ന, അല്ലെങ്കിൽ ശ്രീ പിണറായി വിജയൻ അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികൾ കോൺഗ്രസ് കോൺഗ്രസ് യുദ്ധം നടത്തുന്ന ഈ സമയത്ത് ഏതായാലും അത്തരത്തിൽ ചില അവയർനെസ് നല്ലതാണ്. ആ കാര്യത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരുപടി കടന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇന്ന് രാവിലെ പത്തനംതിട്ടയിൽ അത്തരത്തിൽ ഒരു അടിപൊളി ക്ലാസ് ശ്രീ പിണറായി വിജയൻ നടത്തി. അത് പത്രക്കാരായിരുന്നു അവിടെ കേൾവിക്കാരുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരം ക്ലാസ്സുകൾ നടക്കുമ്പോൾ അതും ജനാധിപത്യത്തെക്കുറിച്ചും അതുപോലെ പൗരബോധത്തെക്കുറിച്ചും കടമയെക്കുറിച്ചും കർത്തവ്യത്തെക്കുറിച്ചും എങ്ങനെയായിരിക്കണം ഒരു പൗരൻ എന്നതിനെ കുറിച്ചും ഒക്കെ വിശാലമായ ക്ലാസ് എടുക്കുമ്പോൾ അത് കേട്ടിരിക്കുന്ന പത്രപ്രവർത്തകർക്ക് സംശയം തോന്നുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ അത്തരത്തിൽ സംശയങ്ങൾ കൂടി ദൂരീകരിച്ച് പോകുമ്പോഴാണ് അതൊരു ശരിയായ ക്ലാസ്സായി മാറുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും മോട്ടിവേഷൻ ക്ലാസ്സുകളോ മറ്റ് ക്ലാസ്സുകളോ ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ അവസാനത്തെ ഒരു സെക്ഷൻ, ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ വരാറുണ്ട്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയം ചോദിക്കാം എന്ന നിലയിൽ ഇവിടെ ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിന് ക്ലാസ് കഴിഞ്ഞ ശേഷം ഈ പത്രക്കാരോട് ഇനി നിങ്ങൾ ചോദിച്ചോളൂ, സംശയം തീർത്തോളൂ എന്ന് ചോദിച്ചു. അവർ ചില സംശയങ്ങൾ ചോദിച്ചു. ആ സംശയങ്ങൾ കേട്ടപാടെ മുഖ്യമന്ത്രി മൈക്കും ഓഫാക്കി ഇറങ്ങി ഒറ്റ ഓട്ടോ ഓടി. പിന്നെ ആ വഴി മുഖ്യമന്ത്രിയെ കണ്ടിട്ടില്ല. മാത്രമല്ല ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ ആ പത്രപ്രവർത്തകർ ഇപ്പോഴും അതേ ഇരിപ്പ് അവിടെ ഇരിക്കുകയാണത്രേ. വിഷയം SFIയും ഗവർണറും തമ്മിലുള്ള ഇഷ്യൂ ആണ്. അതിനെക്കുറിച്ചായിരുന്നു ഒരു അവയർനെസ് ക്ലാസ് മുഖ്യമന്ത്രി നടത്തിയത്. അതായത് SFI ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ, ചെറിയ രീതിയിൽ പ്രതികരിക്കുമ്പോൾ, അതും കരികൊടി കാണിച്ച് പ്രതികരിക്കുന്ന സമയത്ത് ഗവർണർ പാകതയും പക്വതയുമുള്ള ഒരു വ്യക്തിയല്ലേ, ഇങ്ങനെ പെരുമാറാൻ പാടുണ്ടോ എന്നാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ചോദിക്കുന്നത്. അതിന് കാരണമുണ്ട്. കാരണം SFI പ്രതികരിക്കുന്നത് ജനാധിപത്യ രീതിയിലാണ്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്ത് ഒരു പൗരന് ജനാധിപത്യമായ രീതിയിൽ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും അവകാശമുണ്ട്. അതാണ് ശ്രീ പിണറായി വിജയൻ എടുത്തു കാണിച്ചത്. പിന്നെ എന്തുകൊണ്ടാണ് SFI ഇങ്ങനെ ഗവർണർക്കെതിരെ തിരിയുന്നത്? അവരുടെ ധാരണ, അതായത് SFIക്കാരുടെ ധാരണ, ഈ ഗവർണർ കലാശാലകളിൽ മുഴുവൻ RSSന്റെ ആൾക്കാരെ കുടിയിരുത്തുന്നു എന്നാണ്. അത് ശരിയല്ല. ഇത് കേരളമാണ്. കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ LDF ആണ്, ഇടതുപക്ഷമാണ്. അങ്ങനെ വരുമ്പോൾ അത്തരം പൊസിഷനുകളിൽ കുടിയിരുത്തേണ്ടത്, സ്ഥാപിക്കേണ്ടത് ഇടതുപക്ഷക്കാരെയല്ലേ സ്വാഭാവികമായിട്ടും. അപ്പോൾ ആ ഒരു ബോധം SFIയിലുണ്ട്. ആ ബോധം കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരെ പ്രവർത്തിക്കുന്ന ഗവർണർക്കെതിരെ ചെറിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും അതുപോലെ കരിങ്കൊടി കാണിക്കലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്. അത്തരം സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ആ ഒരു പ്രവൃത്തിയെ കൊച്ചുമക്കള്, പ്രായം പോലും ഇല്ലാത്ത മക്കൾക്കെതിരെ വണ്ടി നിർത്തി ഇറങ്ങിയിട്ട് ഈ രീതിയിൽ പ്രതികരിച്ച് അവരോട് ചൂടാകാൻ, വെല്ലുവിളിക്കാനൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഗവർണർ എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായവും പാകതയൊക്കെയുള്ള ആളല്ലേ. മൂപ്പരുടെ കൊച്ചുമക്കളുടെ പ്രായമല്ലേ SFIക്കാർക്കുള്ളൂ എന്നാണ് ശ്രീ പിണറായി വിജയൻ ചോദിക്കുന്നത്. അതായത് കരിങ്കൊടി കാണിച്ചാൽ ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? കരിങ്കൊടി കാണിച്ചാൽ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? അതായത് ഈ പ്രതിഷേധത്തിനിടയിൽ കരിങ്കൊടിയൊക്കെ ഉണ്ടാകാം. ആ കരിങ്കൊടിയൊക്കെ കാണിക്കുമ്പോൾ ഈ രീതിയിൽ പ്രതികരിക്കുന്നത് ശരിയാണോ? അത് ജനാധിപത്യ രീതിയാണോ? ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുന്ന ആരെങ്കിലും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ SFIയോ എന്തെങ്കിലും ചെയ്തതായിട്ട് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാൻ പറ്റാമോ എന്നൊരു ചോദ്യം കൂടി മുഖ്യമന്ത്രി ചോദിച്ചു. ഒരു വ്യക്തി എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച്, ഈ രാജ്യത്തെ പൗരൻ എങ്ങനെയായിരിക്കണം എന്നുള്ള വിശാലമായ ക്ലാസ്സിന് ശേഷം അതൊക്കെ കേട്ടിരുന്നു. കാരണം മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ അത് കേട്ടിരിക്കാനാണ് വിധി. അത് മുഴുവൻ കേട്ടിരുന്നിട്ട് സംശയം ചോദിക്കേണ്ട സമയത്ത് ഒരൊറ്റ ചോദ്യം ചോദിച്ചു. ഇന്നലെ ആലപ്പുഴയിൽ എന്താണ് നടന്നത്? മുഖ്യമന്ത്രി ഒന്ന് മറുപടി പറയുമോ എന്ന്. ആലപ്പുഴ എന്ന് കേട്ടപാടെ മൈക്ക് ഓഫാക്കി ഇറങ്ങി ഓടിയെന്നാണ് അവിടെ നിന്നുള്ള വീക്ഷണം. ആ പത്രപ്രവർത്തകർ ഇപ്പോഴും അവിടെ ഇരിക്കണം, മറുപടി കിട്ടിയിട്ട് പോകാമെന്ന് കരുതിയിട്ട്. ഒരു പക്ഷേ മറുപടി നോക്കാൻ പോയതാണോ എന്ന് സംശയമുണ്ട്. ഇവിടെ കരിങ്കൊടി കാണിക്കുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്യുന്ന, വണ്ടി തടയുകയും വണ്ടി അടിച്ചു പൊളിക്കുകയും ഒക്കെ ചെയ്യുന്ന SFI പ്രവർത്തകർ ഗവർണറുടെ കൊച്ചുമക്കളുടെ പ്രായമേ ഉള്ളൂ എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ഈ SFIക്കാരുടെയും അതുപോലെ തന്നെ പോലീസുകാരുടെയും, നേരത്തെ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റിന്റെയും ഒക്കെ അടികൊണ്ട് മണ്ട പൊളിഞ്ഞ് പോകുന്ന കുറച്ച് പേരുണ്ട്. കുറെ KSUക്കാരും അതുപോലെ യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ, അങ്ങനെ കുറച്ച് പേര്. അവർക്കൊക്കെ ഈ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരുടെയൊക്കെ അമ്മാവന്മാരുടെ അത്രയും പ്രായമുണ്ടോ എന്നൊരു സ്വാഭാവികമായിട്ടൊരു സംശയമുണ്ട്.